ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ. ഹരേ കൃഷ്ണ ദ്വാരപാലന്മാരടച്ചിട്ട ദക്ഷിണ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ. ദ്വാരപാലന്മാരടച്ചിട്ട ദക്ഷിണ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ. കാറൊളിപ്പൂ മുഖം കാൺമാൻ കൊതിച്ചെത്തും എൻ വിളിയങ്ങെന്തേ കേട്ടിരിപ്പൂ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ബാലകനാകിയ നാൾ മുതലെൻ മനം ശ്രീലകമാക്കിയതല്ലയോ നീ. ബാലകനാകിയ നാൾ മുതലെൻ മനം ശ്രീലകമാക്കിയതല്ലയോ നീ. അവിലേകിയില്ല ഞാൻ എങ്കിലും പിണങ്ങാത്ത അടിയന്റെ അലിവോലി കണ്ണനല്ലേ. അഴൽ കണ്ടാൽ അലിയുന്ന വെണ്ണയല്ലേ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സങ്കടം വഴിയുന്ന നേരത്തു നിന്നാമ സങ്കീർത്തനങ്ങൾ ജപിക്കുവോ ഞാൻ. സങ്കടം വഴിയുന്ന നേരത്തു നിന്നാമ സങ്കീർത്തനങ്ങൾ ജപിക്കുവോ ഞാൻ. സന്തതമെരിയുന്ന ചിന്തതൻ നടുവിലും നിന്റെ ചിത്രൂപം സ്മരിക്കുവോ ഞാൻ. നിന്റെ തൃപ്പാദം ഭജിക്കുവോ ഞാൻ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ദ്വാരപാലന്മാരടച്ചിട്ട ദക്ഷിണ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ. കാറൊളിപ്പൂ മുഖം കാൺമാൻ കൊതിച്ചെത്തും എൻ വിളിയങ്ങെന്തേ കേട്ടിരിപ്പൂ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ദ്വാരകാവാടത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്,
അനന്യശ്ചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭം പാർത്ഥ. ഇത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. എന്താ ഭഗവാൻ പറയുന്നത്? അനന്യസ് ചേതാഃ സതതം. അനന്യ മീൻസ് എല്ലായ്പ്പോഴും. ചേത മീൻസ് നമ്മുടെ മനസ്സ്. അനന്യശ്ചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ. എപ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാനിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരാം. ഏതാണ് 3 തരത്തിലുള്ള ദുഃഖങ്ങൾ? ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതിക. ഇപ്പൊ വയനാട്ടിലെല്ലാം നടന്നിരിക്കുന്നത് ആദിദൈവിക, അതായത് ബിയോണ്ട് അവർ ഹ്യൂമൻ ഇന്റർവെൻഷൻ. പ്രകൃതി തരുന്ന ദുരന്താണ്. അതൊന്ന്. ആധ്യാത്മിക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാകാം, മാനസിക പ്രശ്നങ്ങളാകാം. ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതിക മീൻസ് മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സോ ഇതിൽ നിന്ന് മുക്തരാകണമെങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് അർപ്പിക്കേണ്ടതുണ്ട്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അനന്യശ്ചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം. അതിന്റെ റിസൾട്ട് എന്താണ്? ഇങ്ങനെ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ തസ്യാഹം സുലഭ പാർത്ഥ. ഭഗവാൻ വളരെ സുലഭ എന്ന് പറയുന്നത്. സോ കലിയുഗത്തില് ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ കലിയുഗത്തില് എന്ത് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കലി സന്തരണ ഉപനിഷത്ത് പറയുന്നുണ്ട്. എന്ത് ഉപനിഷത്ത്? കലി സന്തരണ ഉപനിഷത്ത്. സന്തരണ മീൻസ് നമ്മൾ കലിയെ എങ്ങനെ മറിച്ച് കടക്കാൻ പറ്റുമോ, കലിയുടെ എഫക്ട്. കലി സന്തരണ ഉപനിഷത്ത് ഇതിൽ പറയുന്നുണ്ട്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതീ ഷോഡശക നാമ. 16 അക്ഷരങ്ങൾ, 16 വാക്കുകളുണ്ട് ഈ മന്ത്രത്തിൽ. ഇതീ ഷോഡശക നാമ കലി കൽമഷ നാശനം. കലിയുടെ എല്ലാ കൽമഷങ്ങളിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. കലി കൽമഷ നാശനം. നത്ത പരത്തരോപായ സർവവേദേഷു ദൃശ്യത. എല്ലാ വേദങ്ങളും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. സർവവേദേഷു ദൃശ്യത, എല്ലാ വേദങ്ങളിലും പറയുന്നത് കലിയുഗത്തില് ഈ മന്ത്രം ജപിച്ചാൽ മതി. സോ ഞാനിവിടെ ഉപയോഗിക്കുകയാണ് നമ്മുടെ വാക്കുകൾ. സോ എല്ലാവരും ദിവസവും കുറഞ്ഞത് 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാൻ നോക്കുക. ജപിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തിരിഞ്ഞു പോകുന്നത്. നമ്മളിപ്പോ ബുദ്ധിമുട്ടിലായിരിക്കാം, മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇതിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരണമെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള സുഗമമായ വഴിയാണ് കലേർദോഷനിധിരാജൻ ഏകോ അസ്തി മഹാഗുണാൻ കീർത്തനാദേവസ്യ കൃഷ്ണസ്യ മുക്തസംഗം പരമരജയം. എല്ലാവരും ദിവസവും 10 മിനിറ്റ് എടുക്കും ഈ മന്ത്രം ജപിക്കാനായിട്ട്. ജപിച്ചു നോക്കൂ, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. നിയമിത സ്മരണയുടെ കാലം. ഭഗവാന്റെ നാം ജപിക്കാനായിട്ട് ഒരു സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത ആവശ്യമോ ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും കാലത്തോ വൈകിട്ടോ അല്ലെങ്കിൽ നടക്കുന്ന സമയത്തോ എപ്പോഴും നോക്കി ജപിക്കാം. സോ ഇതിന് ഒരു നിയമങ്ങളില്ലാത്ത മന്ത്രമാണ്. കാരണം ഈ മന്ത്രത്തിന്റെ പേര് മഹാമന്ത്രം എന്നാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇപ്പൊ ഗായത്രി മന്ത്രമാണെങ്കിലും വേറെ എന്ത് മന്ത്രങ്ങളാണെങ്കിലും ആ മന്ത്രം ജപിക്കണമെങ്കിൽ നമുക്കൊരു പദ്ധതി, ആ പദ്ധതിയിലൊക്കെ പോകണം. ഇപ്പൊ ഗായത്രി ജപിക്കുകയാണെങ്കിൽ കാലത്താണെങ്കിൽ കിഴക്കോട്ട് നോക്കി ജപിക്കണം, വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാട്ട് നോക്കി ജപിക്കണം. അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. നമ്മൾ കുശാഗ്രാസിൽ ഇരിക്കണം. പക്ഷേ ഈ മന്ത്രത്തിന് ഒരു നിയമവുമില്ല, എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്, അതിൽ 10 മിനിറ്റ് ഭഗവാന് വേണ്ടി സമർപ്പിക്കും മനസ്സ്.
എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിന്റെ തിരിവ്. ഹരേ കൃഷ്ണ. നമസ്കാരം. अष्टोत्तर सदस्वी श्री His अभ्यस्तनादं भक्तिवेदांत स्वामी श्री जय. നമുക്കൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും വന്ന് എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ ഏത് ലൊക്കാലിറ്റിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് നമുക്ക് എത്ര കുട്ടികളുടെ അന്നദാനം നമ്മൾ ചെയ്യണം, അതിൻ്റെ ഒരു നമ്പർ വേണം. ആ നമ്പർ ആ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്ര കപ്പാസിറ്റി ഉള്ള കിച്ചണാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള രൂപരേഖ നമുക്ക് കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് ക്യാപെക്സ് റേസ് ചെയ്യാം, എത്ര ലക്ഷം ചിലവാകും ആ കിച്ചന് വേണ്ടിയിട്ട്. പിന്നെ റണ്ണിങ് എക്സ്പെൻഡിച്ചർ വെവെക്സ്, ഒരു കൊല്ലത്തേക്ക് ഒരു കുട്ടിക്കൊരു 10 രൂപയുടെ ഭക്ഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ഒരു കൊല്ലത്തിൽ 265 ദിവസം കാൽക്കുലേറ്റ് ചെയ്യാം.